ഹലോ, ലെറ്റ്സ് ഗോ സമീർ. ഇന്ന് ഞാനൊരു പ്ലേസിലേക്ക് പോണ. ഞാനൊരു റെഗുലർലി വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലാണ് പോകുന്നത്. ആൻഡ് സം ഓഫ് മൈ സീക്രട്സ് നോബഡി നോസ്. സോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ജോയിൻ ചെയ്യിപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കുറേ നാളായല്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് പോകാം. ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഒന്നിച്ചൊഴിക്കണം. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടേക്കാ. ഇത് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കാറ് പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്തു. അപ്പോഴത്തേക്കും സെക്യൂരിറ്റി അങ്കിളോട് വന്നിട്ട് പറഞ്ഞു ഇതിൽ സ്മോക്ക് വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കി, പക്ഷെ ഒന്നും സമയം കിട്ടിയില്ല. ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് സ്മോക്ക് ഉണ്ടായി. ഇത് സ്മോക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഫ്യൂ ഡേയ്സ് മുന്നേ ഞാൻ ഈ കാറിൻ്റെ വയറിങ്ങിൻ്റെയും പിന്നെ ഫാനിൻ്റെ ഏരിയ ഒക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് ചേഞ്ച് ചെയ്തതാണ്. അവിടെ നിന്നുള്ളൊരു സ്പാർക്കിലാണ് ഇത്രയും ഒരു വലിയ അപകടം സംഭവിച്ചത്. ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് പ്ലേസിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന്. നിങ്ങളോടൊപ്പമുള്ളൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതായിരുന്നു ആ പ്ലേസ്. ഇത് നമ്മുടെ എറണാകുളം പബ്ലിക് ലൈബ്രറിയാണ്. സോ എന്ത് സംഭവിച്ചു? കാറ് കത്തിപ്പോയി. ഞാൻ എൻ്റെ ലൈബ്രറിയിൽ കയറി ബുക്കൊന്നും എടുക്കാൻ എനിക്ക് ഒരു മൂഡില്ല. ബിക്കോസ് അറിയാമല്ലോ, ഞാൻ ഇത്രയും സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഈ ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതെനിക്ക് എടുത്തിയത്. കണ്ടല്ലോ,
എനിക്ക് ആക്ച്വലി എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ബിക്കോസ് ഞാൻ ഇത്ര അൺഎക്സ്പെക്റ്റഡ് മീൻസ് നമ്മുടെ ചിന്തയുടെ ഒരു 1% പോലും തോട്ടിക്കാത്തൊരു കാര്യമാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. പിന്നെ ഈ നാട്ടുകാർ മൊത്തം വന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ എന്നാലും കാറ് പോയി എന്ന് പറഞ്ഞാൽ കാറ് പോയി. കാർഡ് എടുത്തു. ഈ ചേട്ടനൊക്കെയാ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ കാറ് കത്തിപ്പോയി ഗായ്സ്. എന്നാലും സത്യം പറയട്ടെ, ഞാനൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ഇത്രയും വലിയ സർപ്രൈസ് ആയിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഈ കാറിനോട് എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഇതും ആരെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹമ്പൊക്കെ വരുമ്പോഴൊക്കെ അടി തട്ടാൻ, ഇത് കുറച്ച് ലോ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അടി തട്ടുമ്പോഴൊക്കെ ഞാൻ അവരെ വഴക്ക് പറയുമായിരുന്നു. മോസ്റ്റ്ലി ഞാനങ്ങനെ ആർക്കും അങ്ങനെ കൊടുക്കാറും ഇല്ലായിരുന്നു. എനിവേ അത് ഇത്രയും വലിയൊരു ഇതിലേക്കാണ് അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടന്നതെന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ KPS ലളിത അമ്മ ഇങ്ങനെ ഡോറടിച്ചിട്ട് കരയുന്നൊരു സീനില്ലേ, ആ സീനിലാണ് ആക്ച്വലി ഞാൻ. പക്ഷെ ഒരു ലക്ക് വെച്ചാൽ ഇതൊരു 10 സെക്കൻഡിനുള്ളിലാണ് അത് കത്തിയത്. അപ്പോൾ ആ ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ ഇതിൻ്റെ ബുക്കും പേപ്പറും എടുത്ത് മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി. പിന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എനിക്ക് സേഫായിട്ട് രക്ഷപ്പെടാൻ പറ്റി. ചിലപ്പോൾ എൻ്റെ ഫേസോ അല്ലെങ്കിൽ എൻ്റെ ബോഡിയോ ഒന്നും ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു, നിങ്ങളിനി കാണേണ്ടി വരുമായിരുന്നു. പിന്നെ ഒരു ട്രാജഡിയായി മേ ബി മാറിയേനെ. പിന്നെ ഇതുപോലൊരു ലൈബ്രറി പരിസരം ആയതുകൊണ്ട് തന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു. എല്ലാവരും പെട്ടെന്നൊക്കെ ഓടി വന്നു. എല്ലാവർക്കും ഇതിനെ ഒന്ന് സേഫ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി. പിന്നെ കണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, എല്ലാവരും ഒരു പബ്ലിക് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നു. പിന്നെ ഫയർഫോഴ്സ് പെട്ടെന്ന് വന്നു. അതൊക്കെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇതൊരു മഹാസംഭവമായിട്ട് ഈ ഏരിയയിൽ മാറിയിട്ടുണ്ട്. ബിക്കോസ് എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഈ ചെന്നപ്പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് പോയി പ്യൂരിഫിക്കാറ്റിനെ കാണിച്ചു തരാം. ഓടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ ഞാൻ കാറിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്തുനിന്ന് പുക വന്നു, സ്മോക്ക് വന്നിട്ട് ഇത് ഫ്ലെയിം വന്നു. അകത്തേക്ക് പെട്ടെന്ന് കാറ്റ് തീ വന്നു. ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു വെച്ചാൽ അകത്തോട്ട് കയറിയാണ് ബ്ലോവറിൽ കൂടിയേ. അപ്പം അങ്ങനെയുള്ള വലിയൊരു അപകടത്തിൽ നിന്ന് ആക്ച്വലി ഞാൻ സേഫായി. ദാറ്റ്സ് താങ്ക്സ് ടു ഗോഡ്. അതാണ് പറയാനുള്ളത്. അവൻ ജോസിച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി ഇതിൻ്റെ ബ്ലോവറും പിന്നെ ഇതിൻ്റെ AC-യുടെ വയറും എല്ലാം ചേഞ്ച് ചെയ്തതാണ്. 2-3 ദിവസമായിട്ട് നല്ല എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്തു. ഇന്നലെ എനിക്ക് നൈറ്റ് ഈ കാറ് കിട്ടിയതേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ലൈബ്രറിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് എടുത്തിങ്ങോട്ട് ഇവിടെ ഒരു 30 മിനിറ്റ്സിൻ്റെ താഴെയുള്ളൂ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അവിടെ ഇവിടെ എത്തിയപ്പോൾ തന്നെ കത്തി. ദിസ് ഇസ് ദ തിങ് ഹാപ്പൻഡ്. ലുക്ക്, കംപ്ലീറ്റ് സാധനങ്ങൾ കണ്ടോ. ദിസ് ഇസ് സ്റ്റേഷൻ. കണ്ടോ, എല്ലാം പോയി. ഫാന്, ഇവിടെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. ഇതിനിപ്പോൾ നമുക്ക് പണിതെടുക്കണമെങ്കിൽ നല്ല എമൗണ്ട് ആവും. ആൻഡ് എനിക്കിതിനുള്ള ആ ഒരു ഇതും പോവുകയും ചെയ്തു. എനിവേ നമുക്ക്
ഇത് റെസ്റ്റോറേഷൻ ചെയ്യണോ അതോ സെയിൽ ചെയ്യണോ, സ്ക്രാപ്പ് കൊടുക്കണോ എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും നമുക്കത് ആലോചിച്ചിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചു, സങ്കടമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ബാലൻസ്ഡാണ്. ആ സമയത്ത് ഞാൻ നല്ല പാനിക്കായിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഒരു അത്ര കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം നമ്മളെ നഷ്ടപ്പെടുമ്പോഴുള്ളൊരു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് നൗ ബാലൻസ്ഡ്. എന്തായാലും ഫേസ് ചെയ്തല്ലേ നമ്മൾ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ സ്റ്റോറി. സോ ഇത് റിപ്പയർ ചെയ്തവർ തന്നെ ഇത് റീസ്റ്റോർ ചെയ്യാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ ആ വർക്ക്ഷോപ്പിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാണ്. സോ ഈ എക്സ്പീരിയൻസ് ലിറ്റിൽ വേഴ്സ്റ്റ് ആൻഡ് വിയേർഡ് ആണ്, ബട്ട് അതൊരു പോസിറ്റീവ് വേയിലാണ് ഞാൻ എടുക്കുന്നത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം. ബൈ.